പക്ഷേ അലി സഹോദരന്മാരും മുഹമ്മദ് അലി ജിന്നയും ആവശ്യപ്പെട്ടു, മതത്തിൻ്റെ പേരിൽ അവർക്കൊരു രാഷ്ട്രം വേണം. ഒരു ഹിന്ദുവും ആവശ്യപ്പെട്ടില്ല. ഹിന്ദുക്കൾക്ക് ആദ്യം സംഘടനയുമില്ലായിരുന്നു. ആദ്യം ഉണ്ടായത് മുസ്ലിം ലീഗാണ്. ചത്ത കുതിര എന്ന് നെഹ്റു വിശേഷിപ്പിച്ച സംഘടന. ആ സംഘടന തന്നെയാണ് ആവശ്യപ്പെട്ടത്. അതേ സംഘടന തന്നെയാണ് കേരളത്തിൽ ആവശ്യപ്പെട്ടത്, ഞങ്ങൾക്കൊരു ജില്ല വേണം. അതുകൊണ്ട് മതത്തിൻ്റെ പേരിലെന്ന് പറഞ്ഞില്ലെങ്കിലും പറയാതെ തന്നെ അറിയാം, മതത്തിൻ്റെ പേരിൽ ഒരു ജില്ല അനുവദിച്ചു കൊടുത്തത് മതേതരത്വത്തിൻ്റെ വക്താവായിട്ടും തൊഴിലാളി വർഗത്തിൻ്റെ ദത്തുപുത്രനായും അറിയപ്പെടുന്ന EMSൻ്റെ സപ്തകക്ഷി മുന്നണിയാണ്. അതായത് 7 പാർട്ടികൾ ചേർന്ന മുന്നണിയായിരുന്നു. മനോഹരമായ കാവ്യാത്മകമായൊരു പേരിട്ടു, മഴവിൽ മുന്നണി എന്ന്. ആ മുന്നണിയുടെ നേതൃത്വത്തിലാണ് വെള്ളിത്താലത്തിൽ മലപ്പുറം ജില്ല കൊടുത്തത്. അതിനുശേഷം പിന്നെ മുസ്ലിം ലീഗ് തിരിഞ്ഞു നോക്കിയിട്ടില്ല. അവരാവശ്യപ്പെടുന്നതെല്ലാം ഇരു കൈകളും നീട്ടി കൊടുക്കാൻ തയ്യാറായി നിൽക്കുകയാണ് കേരളത്തിൻ്റെ രാഷ്ട്രീയ ലോകം. അതിൻ്റെ ഫലമായിട്ടാണ് കണിച്ചുകുളങ്ങനെ ഒരു മനുഷ്യൻ കിടന്ന് ഇവിടെ ഒന്നും കിട്ടുന്നില്ലേ, ഇവിടെ ഒന്നും കിട്ടുന്നില്ലേ എന്ന് നിലവിളിക്കുന്നത്. നിലവിളിക്കാൻ വേണ്ടിയിട്ട് ഐക്യത്തിന് വേണ്ടി ശ്രമിച്ചു, പുറംകാലുകൊണ്ട് തൊട്ടി അദ്ദേഹത്തിന് താഴെയിട്ടു. ഇപ്പോഴും ഐക്യം എന്നുള്ള നിലവിളിയുമായിട്ട് കിടക്കുകയാണ് അദ്ദേഹം ശരശയ്യയിൽ, ഭീഷ്മ പിതാമഹനെ പോലെ. എന്ത് പറയുന്നു? കേരളത്തിൻ്റെ വർഗീയത എന്ന് പറയുന്നത് ഇപ്പോൾ SNDP ആണെന്നാണ് പറയുന്നത്. ഹിന്ദു എന്ന് പറയുന്നിടത്തെല്ലാം വർഗീയത എന്ന് പറയുക, വർഗീയത ഉള്ളിടത്തെല്ലാം മതനിരപേക്ഷത എന്നൊരു വ്യാഖ്യാനമാണ്, ഒരപനിർമ്മാണമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്ത് പറയുന്നത്? മുസ്ലിം സമുദായത്തിന് വേണ്ടി ഒരു ജില്ല ഉണ്ടാക്കി കൊടുത്തു. ഇപ്പോഴെന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആ ജില്ലയെ മറ്റു ജില്ലകളിൽ നിന്ന് കുറേ ഭാഗങ്ങൾ കൂടെ കൂട്ടിച്ചേർത്ത് ഒന്നിലധികം ജില്ലയാക്കി മാറ്റണം. അപ്പോൾ ആ ജില്ലയെ പ്രതിനിധീകരിച്ചുള്ള MPകളുടെയും അതേപോലെ തന്നെ നിയമസഭാ മണ്ഡലങ്ങളുടെയും എണ്ണം കൂടുമ്പോൾ സ്വാഭാവികമായും മുസ്ലിം ലീഗിൻ്റെ പ്രാതിനിധ്യം പാർലമെന്റിലും കേരള സംസ്ഥാന അസംബ്ലിയിലും കൂടും എന്ന കണക്കൂട്ടൽ, അങ്ങനെ ഒരു ആവശ്യമാണ് ഏറ്റവും അവസാനമായിട്ട് അവർ മുന്നോട്ട് വച്ചിരിക്കുന്നത്. എന്ന് മാത്രമല്ല, ഈ വരുന്ന തെരഞ്ഞെടുപ്പ് കേരളത്തെ സംബന്ധിച്ച് വളരെ നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പായിട്ട് മാറുന്നു എന്നാണ് നിരീക്ഷകർ പറയുന്നത്. അതിൻ്റെ കാരണമെന്ന് പറയുന്നത് കേരളത്തിലെ ഡെമോഗ്രഫിയിൽ വന്ന മാറ്റം, അതായത് മുസ്ലിം ജനവിഭാഗത്തിൽ വന്ന മാറ്റം. 2011 ഏറ്റവും അവസാനത്തെ ജനസംഖ്യാ കണക്കെടുപ്പ് നടത്തിയത്. അന്ന് 27.60% മുസ്ലിം 26.6% മുസ്ലിം ജനസംഖ്യ, രണ്ടാമത്തെ ജനവിഭാഗമാണ്. 18.4 ക്രിസ്ത്യാനിയാണ്, 54.7 ഹിന്ദുവുമുണ്ട്. പക്ഷേ ഞെട്ടിക്കുന്നൊരു വിവരം ഇതിൻ്റെ കൂടെയുണ്ട്. 1981 മുതലാണ് മുസ്ലിം ജനസംഖ്യ കേരളത്തിൽ വർദ്ധിച്ചു തുടങ്ങിയത്. അതിന് കാരണമായിട്ട് പറയുന്നത്, മുസ്ലിം ജനസംഖ്യ വർദ്ധിക്കാൻ അവർക്ക് ഗൾഫിൻ്റെ പണവും സാമ്പത്തിക ശേഷിയും വർദ്ധിച്ചത് ഒരു കാര്യമായിട്ട് പറയുന്നുണ്ട്. പിന്നെ അതിനുശേഷം ഈ മന്ത്രിസഭയിൽ അവർക്ക് കിട്ട പ്രാതിനിധ്യം കൊണ്ട്, സാറ് നേരത്തെ പറഞ്ഞ ആ സംഭവം ഉണ്ടല്ലോ, വെള്ളിത്താലത്തിൽ ദാനം നൽകിയത്, അതുകൊണ്ട് ഉണ്ടായ നേട്ടങ്ങൾ വെച്ചുകൊണ്ട് ആ സമൂഹം വളരെ പെട്ടെന്ന് മുന്നിലേക്ക് മറ്റ് സമുദായങ്ങളെ അധികരിച്ചു വരുന്നതായിട്ടാണ് കാണുന്നത്. എന്നാൽ ആ ഞെട്ടിക്കുന്ന വിവരം എന്ന് പറഞ്ഞാൽ 1971 വരെ കേരളത്തിലെ ഹിന്ദു കഴിഞ്ഞാൽ രണ്ടാമത്തെ ജനവിഭാഗം ക്രിസ്ത്യാനിയായിരുന്നു. അറിയല്ലോ സാറിന്? അറിയാം. ആ ക്രിസ്ത്യാനിയെ വളരെ പെട്ടെന്ന് ഏകദേശം 71-നും 81-നും ഇടക്കുള്ള ആ വർഷം കൊണ്ട് ഇവർ മറികടന്നു എന്ന് മാത്രമല്ല, അവർ 18-ലേക്ക്, ഇപ്പോൾ അത് 17-ൽ കുറവാണെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്, കുറച്ചുകൊണ്ട് ഇവരുടേത് ഏകദേശം ഇപ്പോൾ 30%-ലേറെ ഉണ്ടെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ ഒരു പിൻബലം വെച്ചുകൊണ്ട് ഓരോ മണ്ഡലത്തിലും മുസ്ലിം ലീഗ് അല്ലെങ്കിൽ മുസ്ലിം സമുദായം, അതിന് ലീഗ് എന്ന് പറയേണ്ട കാര്യമില്ല, സമുദായം എന്ന് പറഞ്ഞാൽ മതി, നിർണായകമായ ഒരു ഇലക്ട്രൽ പവറായി മാറിയിരിക്കുകയാണ്. അതായത് ഒരു മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കുന്ന വോട്ടേഴ്സിന്റെ ഭൂരിപക്ഷം എത്രയാണെന്ന് നിശ്ചയിക്കാൻ കഴിയുന്ന ഒരു ശക്തിയായിട്ട് അവർ മാറിയിരിക്കുകയാണ്. അങ്ങനെ മാറിയിരിക്കുമ്പോഴും ഓർക്കുക, മലപ്പുറം ഒഴികെ എല്ലാ ജില്ലകളിലും ഇന്നും ഭൂരിപക്ഷം ഹിന്ദുക്കളാണ്. എന്നാൽ ആ ഭൂരിപക്ഷമായ ഹിന്ദുക്കൾ, സാറ് ആദ്യം പറഞ്ഞ വാചകത്തിലുള്ളതുപോലെ, പുറങ്കാലുകൊണ്ട് ഐക്യം തട്ടിത്തെറിപ്പിച്ച് തേരപ്പാര അങ്ങോട്ടും ഇങ്ങോട്ടും ഐക്യമുണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ച് നടക്കുന്ന ഒരവസ്ഥയിലാണ്. ആ സാഹചര്യത്തിൽ ഒന്നിച്ചു നിൽക്കുന്ന ഒരു ജനവിഭാഗത്തിന്റെ സ്വാധീനത്താൽ അവരുടെ സ്ഥാനാർത്ഥികളെ കൂടുതലായിട്ട് നിർണ്ണയിക്കാൻ മുന്നണികൾ പ്രേരിപ്പിക്കപ്പെടും. ഒരു മണ്ഡലത്തിൽ ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ, അത് UDF നിർത്തിയാൽ LDF അതിനെ മറികടക്കാൻ ഉറപ്പായിട്ടും മുസ്ലിം സ്ഥാനാർത്ഥിയെ തന്നെയാണ് നിർത്തുന്നത്. കേരളത്തിൽ കാണുന്നതാണ്. മറ്റൊരു സമുദായത്തിന് ഇത്രമാത്രം പ്രകടമായി ബദൽ അതേ സമുദായത്തെ വെക്കുന്ന പ്രവണത കണ്ടിട്ടില്ല. ഏതായാലും ഹിന്ദുക്കളിൽ അത് തീരെയില്ല. ഹിന്ദു സ്ഥാനാർത്ഥിയാണെങ്കിൽ അവിടെ ഹിന്ദു വെക്കണം. ക്രിസ്ത്യൻ സ്ഥാനാർത്ഥിയാണ് ചില പ്രത്യേക ബെൽറ്റുകളിൽ, ഇപ്പോൾ കിഴക്കൻ മേഖലയിലും എറണാകുളം പോലുള്ള ചില മണ്ഡലങ്ങളിലും ക്രിസ്ത്യൻ സ്ഥാനാർത്ഥിയാണെങ്കിൽ ക്രിസ്ത്യനെ നിർത്തുന്നതുണ്ട്. എന്നാൽ മുസ്ലിം സ്ഥാനാർത്ഥിക്ക് കേരളത്തിൽ എല്ലായിടത്തും ഈ ഒരു
അവസ്ഥയുണ്ട്. അതായത് 2-1 മുസ്ലിമേ ജയിക്കൂ എന്നൊരവസ്ഥ സൃഷ്ടിച്ചിട്ടുണ്ട്. ആ. അപ്പൊ ആ അവസ്ഥയിൽ നിയമസഭയിൽ അവർക്ക് ലീഗിന്റെ കൂടാതെ തന്നെ മുസ്ലിം നാമധാരികളുടെ എണ്ണം കൂടുമ്പോൾ അടുത്ത ഒരു ഭീകരമായ അല്ലെങ്കിൽ ഭീഷണമായ ഒരു അവസ്ഥയിലേക്ക് കേരള രാഷ്ട്രീയം മാറുകയാണ്. അതായത് മതാധിഷ്ഠിതമായ ഒരു രാഷ്ട്രീയമായിട്ട് കേരളം മാറുമ്പോൾ ഭൂരിപക്ഷത്തിനോടടുത്ത് 2 മുന്നണികൾക്കും സീറ്റ് വരുന്നു. മുസ്ലിം ലീഗ് നിർണായകമായ റോളിൽ നിൽക്കുന്നു. ഈ ഘട്ടത്തിൽ മുസ്ലിം ലീഗ് ഇപ്പോൾ ഉപമുഖ്യമന്ത്രി സ്ഥാനത്തിന് വരെ അവകാശവും അർഹതയും ഉണ്ടെന്ന് പ്രസ്താവിച്ചത് നേരെ മുഖ്യമന്ത്രി സ്ഥാനം ആവശ്യപ്പെട്ടാലും LDF ആകട്ടെ UDF ആകട്ടെ അതിന് സന്നദ്ധമാകേണ്ട രീതിയിൽ, ഭരിക്കണമെങ്കിൽ അതിന് സന്നദ്ധമാകേണ്ട രീതിയിൽ കാര്യങ്ങളെ വളർത്തിയെടുത്തിട്ടുണ്ട്. ഇപ്പുറത്ത് നിൽക്കുന്ന അതിനൊരു ബദലായി വളർന്നു വരുന്ന BJP ആകട്ടെ ഇപ്പോഴും അവര് വിഭാവനം ചെയ്യുന്ന വോട്ടേഴ്സിന്റെ അല്ലെങ്കിൽ ആ വിഭാഗത്തിന്റെ വോട്ടിന്റെ ഭൂരിപക്ഷം നേടാൻ പറ്റാതെ വിഷമിച്ച് നിൽക്കുകയുമാണ് ചെയ്യുന്നത്. അതായത് ചുരുക്കി പറഞ്ഞ കാമുകിയെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ട് 2 കാമുകന്മാരുണ്ട്. ഒരു ട്രയാങ്കിൾ ലവ് ആണ് നോക്കുക. അവിടെ ആദ്യത്തെ കാമുകൻ വാടി നമുക്ക് പോയിട്ട് ഒരു 3 സ്റ്റാർ ഹോട്ടലിൽ പോയിട്ട് ഒരു ഡിന്നർ നടത്താം. അപ്പോൾ ഇതിനോട് മത്സരിച്ച് മറ്റേയാൾ ഒന്ന് LDF UDF ആണെന്ന് സംഘടിപ്പിച്ചോ, ഞങ്ങളൊരു ജില്ല തന്നു, അപ്പോൾ അവരെന്ത് ചെയ്യും, ഒരു സംസ്ഥാനം തന്നെ കൊടുക്കുക. ഒരു സംസ്ഥാനം തന്നെ 5 സ്റ്റാർ ഹോട്ടലിൽ സദ്യ. ഇത് അങ്ങോട്ട് പോയി കഴിയുമ്പോൾ നിങ്ങൾക്ക് കേരളത്തിലെ 5 സ്റ്റാർ അല്ലേ, നമുക്ക് പോവാം, ഇവിടുത്തെ ശരിയാവില്ല, നമുക്ക് നേരെ സ്റ്റേറ്റ്സിലേക്ക് പോവാം, അവിടുത്തെ സ്റ്റാർ ഫെസിലിറ്റി ഉള്ള ഹോട്ടലുകളിൽ പോവാം എന്നും പറഞ്ഞ് 2 പേരും കൂടെ മത്സരിച്ച് ഈ കാമുകയെ ഊട്ടി കുടുംബം കുളം തോണ്ടി നാറാണക്കല്ല് വെക്കുന്ന ഒരു രീതിയിലേക്കാണ് കാര്യം. മതം നോക്കിക്കൊണ്ട് ഇവിടെ പ്രീണനം നടത്തി അതിനെ വോട്ട് ബാങ്കാക്കി മാറ്റുന്നതിൻ്റെ ഫലമായിട്ട് കേരളം നശിച്ച് നാറാണക്കല്ല് വെച്ചു. ഇവിടെ എന്താ മതനിരപേക്ഷത എന്ന് പറഞ്ഞാൽ ഒരു ഏക സിവിൽ കോഡ് ഉണ്ടോ ഭാരതത്തിൽ? ഇവിടെ ഇപ്പോൾ എന്താ നടന്നുകൊണ്ടിരിക്കുന്നത്? ക്രിസ്ത്യാനികൾ 2 കുട്ടികളാവാല, ഒരു കുട്ടിയെ മതി എന്ന് പറഞ്ഞ് അവർ നിർത്തും. 10, 25, 26, 30 വയസ്സാകുമ്പോഴേ പെൺകുട്ടികളെ കല്യാണം കഴിച്ച് അയക്കത്തുള്ളൂ. മറ്റതങ്ങനല്ല. 18-ാം വയസ്സിലെ നോക്കുന്ന, അതിന് മുമ്പ് ഉണ്ടായിരുന്നു, അതിപ്പോൾ ഇപ്പോഴും നടക്കുന്നുണ്ട് കുറേയൊക്കെ. 18-ാം വയസ്സിൽ വിവാഹം കഴിച്ച് അയക്കുക. അന്ന് തൊട്ട് പ്രൊഡക്ഷനാണ് പ്രധാനപ്പെട്ട പരിപാടി. അത് നിലയ്ക്കുന്നത് വരെ, മിനോപ്പോസിലേക്ക് പോകുന്നത് വരെ ഈ പരിപാടി ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. അങ്ങനെ കുട്ടികൾ ധാരാളമായിട്ട് വരും. ഇപ്പം നമ്മുടെ രാജ്യമെന്ന് പറയുന്നത് ഏറ്റവും ജനസംഖ്യയുള്ള രാഷ്ട്രമായിട്ട് തീർന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്നാണ്. ഇവിടെ വിഭവങ്ങൾ വളരെ പരിമിതമാണ്. ഈ പരിമിതമായിട്ടുള്ള വിഭവങ്ങളുടെ എല്ലാവരും കൂടി ഒരുമിച്ചാണ് ഷെയർ ചെയ്യുന്നത്. അല്ലാതെ കൂടുതൽ കുട്ടികളുള്ളതും ഒരു കുട്ടിയുള്ളതും കുട്ടികളില്ലാത്തവരും എല്ലാം ഒരുമിച്ച് ഷെയർ ചെയ്യുകയാണ്. അപ്പോൾ വിഭവങ്ങളുടെ ആ വിതരണം എന്ന് പറയുന്നത് നടക്കുന്നത് നീതിയുക്തമായിട്ടല്ല, അത് പ്രധാനമായിട്ട് ഉണ്ട്. അതേസമയം തന്നെ നമ്മൾ നോക്കുക, പാകിസ്ഥാനിലാണെങ്കിലും ബംഗ്ലാദേശിലാണെങ്കിലും അവിടെ പ്രീതിപ്പെടുത്താനോ പ്രീണനം നടത്താനോ ആരുമില്ല. അവരെ വോട്ട് ബാങ്കായിട്ട് ആരും കണക്കാക്കുന്നില്ല. കാരണം ജനാധിപത്യം തന്നെ നാമധാരികളാണ്. ജനാധിപത്യം തന്നെ നാമധാരിയാണ്. അവിടെ നാമമാത്രമാണ്. അപ്പോൾ അവിടെ അവർ പീഡനം കൊണ്ടും താടനം കൊണ്ടും അതുപോലെ തന്നെ മതം മാറ്റം കൊണ്ടും മതപരിവർത്തനം കൊണ്ടും അവരുടെ അംഗസംഖ്യ ക്രിസ്ത്യാനികളുടെ ആയാലും ഹിന്ദുക്കളുടെ ആയാലും കുറഞ്ഞുകൊണ്ട് ഇരിക്കുന്ന പകുതി 10% പോലും 10%-ത്തിൽ അധികമായിട്ടുള്ള 10%-അല്ല, നേരത്തെ ഉണ്ടായിരുന്നതിൻ്റെ 10% പോലും ഇപ്പോൾ ഇല്ല എന്നുള്ള അവസ്ഥയിലാണ് ബംഗ്ലാദേശും പാകിസ്ഥാനും. ഇവിടെ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുമ്പോൾ ഇതിനെപ്പറ്റി എന്തെങ്കിലും പറഞ്ഞാൽ ഇപ്പോൾ ഇത് വർഗീയത എന്ന് പറയും. ഇത് സത്യങ്ങളാണ്. ഇതിനെ നമ്മൾ അഡ്രസ്സ് ചെയ്യണം. മതനിരപേക്ഷതയ്ക്ക് യാതൊരു ഹാനി ഇതിൽ വരുന്നില്ല. സത്യമായിട്ട് പറയുമ്പോഴാണ് അപ്രിയ സത്യങ്ങൾ ചിലപ്പോൾ പറയേണ്ടി വരുന്നതുകൊണ്ടാണ് വെള്ളാപ്പള്ളിയെ അദ്ദേഹം വർഗീയവാദി എന്ന് പറയും. എന്തടിസ്ഥാനത്തിലാണ് നിങ്ങൾ പറയുന്നത്? അദ്ദേഹം വർഗീയ സമരത്തിന് ആഹ്വാനം ചെയ്തു, ഇന്ത്യയെ വെട്ടിമുറിക്കാൻ പറഞ്ഞു. കട്ടിംഗ് ദ സൗത്ത് എന്ന് പറഞ്ഞു അദ്ദേഹം. പറഞ്ഞില്ല. അരുന്ധതി റോയിയെ പോലെ കാശ്മീരിലെ തീവ്രവാദികൾ സ്വാതന്ത്ര്യ സമര സേനാനികളാണെന്ന് ഉത്തരവാദിത്വമെല്ലാം വിളിച്ച് പറയാം. അവരെ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. വീട്ടിലുള്ളവരുമായിട്ട് വഴക്കിടുന്ന ഒരാൾ ഒരു രാജ്യവുമായിട്ട് മാതൃരാജ്യവുമായിട്ടും വഴക്കിടുന്ന ഈ തെറ്റൊന്നും പറയാനില്ല. പക്ഷേ ഈ മാധ്യമങ്ങളും ഇതാണ്. വെള്ളാപ്പള്ളി പറഞ്ഞാൽ അത് വർഗീയം, ഏതെങ്കിലും മറ്റൊരാൾ പറഞ്ഞു കഴിഞ്ഞാൽ അതിലൊരു വർഗീയതയില്ല എന്നൊക്കെ. നിങ്ങളാണോ ഇതിൻ്റെ ജഡ്ജിമാർ? സത്യമായിട്ടാണ് അഡ്രസ്സ് ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് കാരണമുണ്ട്. അതായത് ഈ 2011 നമ്മുടെ അടിസ്ഥാന ഗാനേഷുമാർ ഇപ്പം അവസാനം നിൽക്കുന്നത് കേരളത്തിൽ. അത് വെച്ചുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ് സാറിനോട്, കേരളത്തിലെ ഏകദേശം ജനസംഖ്യ എത്രയാണ്? ഏകദേശം 3 കോടി എന്നാണല്ലോ. 3.5 കോടിയല്ലേ നമ്മൾ പറയാറ്? 3.5 കോടി എന്ന് പറയുമ്പോൾ അതിന്റെ 10% എത്ര വരും സാർ? 3.5 കോടിയുടെ എത്ര വരും? കണക്കിന് ഞാൻ മോശമാണ്. 30.5 ലക്ഷം വരികയില്ല. അത് വരും ആണല്ലോ, 10%. എന്നാൽ
മലപ്പുറത്തിന്റെ ജനസംഖ്യ 2014 കാനകശിമാരി പ്രകാരം 41,12,920 MLA-മാരുടെ എണ്ണം കൂടുതൽ. MLA-മാരുടെ എണ്ണം കൂടുതൽ. അത് മാത്രമല്ല, കേരളത്തിന്റെ ആകെ ജനസംഖ്യയുടെ 10% ജനസംഖ്യ ഒരു ജില്ലയിലാണ്, മലപ്പുറത്താണ്. ഓ, അത് ശരി, അത് ശരി. ഓക്കെ, അതാണ് ഞാൻ ചോദിച്ചത്. സംസ്ഥാനമാക്കണം മലപ്പുറം. അതാണ് ഞാൻ ചോദിച്ചത്. ഇനി രണ്ടാമത്തൊരു കാര്യം കൂടെ ഉണ്ട്. അതായത് ഈ കേരള ജനസംഖ്യയുടെ വിഭവ വിതരണത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞല്ലോ. ഈ വിഭവ വിതരണത്തിൽ ഏറ്റവും കൂടുതൽ ഒഴുകിയെത്തുന്ന ഇവരുടെ കയ്യിലേക്കാണ്, മുസ്ലിം വിഭാഗത്തിന്റെ കയ്യിലേക്കാണ്. അവരെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല, അവർ സംഘടിച്ചു നിന്നാണ് അത് വാങ്ങിക്കുന്നത്. 70% എന്ന് പറയുന്ന ഒരു അവസ്ഥയിൽ 70%-ലേറെയായിട്ട് മലപ്പുറത്ത് മുസ്ലിം സമുദായത്തിന്റെ സാന്നിധ്യമുണ്ട്. ഇനി ഇത് കൂടാതെ കേരളത്തിലെ ഈ 10% കൂടുതലുള്ള മുസ്ലിം വിഭാഗത്തിന്റെ കൂടെ അന്യ സംസ്ഥാനത്തു നിന്ന് വന്നിരിക്കുന്ന ഒരു 50 ലക്ഷം മുസ്ലിങ്ങൾ കേരളത്തിലുണ്ട്. 50 ലക്ഷം ഉള്ളതിൽ 40 ലക്ഷം മുസ്ലിങ്ങളുണ്ട്. ഇപ്പൊ എത്ര ശതമാനമായി മനസ്സിലായോ? അതായത് ആകെ ജനസംഖ്യയിൽ ഒരു 40 ലക്ഷം അഡീഷണൽ ആയിട്ട് മുസ്ലിം ജനസംഖ്യ കേരളത്തിൽ ഉണ്ടെന്ന് പറയുമ്പോൾ അത് ഒരു വലിയ ഡെമോഗ്രാഫിക് പ്രഷർ ചേഞ്ച് ആണത്. അതിന് ഡിപ്ലോമാറ്റിക് ലെവലിലോ അല്ലെങ്കിൽ ഇത് ജിയോഗ്രാഫിക് ലെവലിലോ ഒക്കെ പറയുന്ന ഒരു വേർഡുണ്ട്, 5th കോളം എന്നാണ് പറയുന്നത്. അതായത് ഒരു മറ്റൊരു മേഖലയിൽ ഒരു പർപ്പസ്ഫുള്ളി ആയിട്ട് ഒരു മതവിഭാഗം ഉണർന്നു വരുന്നു. ഇവർക്ക് കുറച്ച് ഗുണങ്ങളുണ്ട്. അതെന്ന് വെച്ചാൽ ഇവരെ മാത്രം മതപരിവർത്തനം ബാധിക്കുന്നില്ല. അതായത് ഇതിൽ നിന്ന് എക്സിറ്റ് ഇല്ല, എൻട്രി മാത്രമുണ്ട്. എൻട്രിയിലൂടെ ധാരാളം ആൾക്കാർ അതിലേക്ക് ചെല്ലുന്നുണ്ട്. നോ എക്സിറ്റ് ഇല്ലാത്തൊരു സംഭവമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് ആരും മതപരിവർത്തനം ചെയ്ത് പോകുന്നില്ല. സാർ ആദ്യം പറഞ്ഞു ഉയർന്ന ജനനിരക്ക് ഇതിന്റെ കൂടെ കൂട്ടണം. അതായത് നേരത്തെ വിവാഹം ചെയ്യുന്നതും അതോടൊപ്പം തന്നെ ഉയർന്ന ജനന നിരക്കും സാർ അത് പറഞ്ഞു. പിന്നെ ഇപ്പോഴും രേഖയിൽ രേഖപ്പെടുത്താത്ത ബഹുഭാരിത്വം, ഇപ്പോൾ അൻവറിനെ കുറിച്ചോ ആരെക്കുറിച്ചോ പറഞ്ഞപ്പോൾ അങ്ങനെ ഒരു വാദം കേട്ടതായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട്. അതായത് ബഹുഭാരിത്വം ഇപ്പോഴും രേഖാമൂലമല്ലാതെ നിലനിൽക്കുന്നൊരു വിഭാഗമാണതിൽ. പിന്നെ രാഷ്ട്രീയ സ്വാധീനം കൊണ്ടുള്ള ഈ വിഭവങ്ങളിലുള്ള അവരുടെ മേധാവിത്വം 2050-കളോടുകൂടി 50-കൾക്കും 60-നും ഇടയിൽ ഒന്നാമത്തെ കേരളത്തിലെ ജനവിഭാഗമായിട്ട് ഇവർ മാറാൻ പോവുകയാണ്. ഒന്നാമത്തെ കേരളത്തിലെ ജനസംഖ്യ ജമാഅത്തെ ഇസ്ലാമിയുടെ സ്വപ്നം നടക്കും 47-ൽ. കാരണം കേരളം മുഴുവൻ ഇസ്ലാമിക വൽക്കരിക്കുക. അതിനെ ത്വരിതവൽക്കരിക്കുന്ന ഒരു ഘടകം കൂടെ ഞാൻ സാറിനോട് സൂചിപ്പിക്കാം. അതായത് കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ പുറത്തേക്ക് എല്ലാ ചെറുപ്പക്കാരും പോകുന്നുണ്ട്. പുറത്തേക്ക് പോകുന്ന ചെറുപ്പക്കാരിൽ ക്രിസ്ത്യൻ വിഭാഗമാണ് ഏറ്റവും കൂടുതലുള്ളത്. അത് കഴിഞ്ഞാൽ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഉണ്ട്. പക്ഷേ ക്രിസ്ത്യൻ ഹിന്ദു വിഭാഗങ്ങൾ മറ്റു രാജ്യങ്ങളിൽ പോയി അവിടെ താമസിക്കാനും അവിടുത്തെ പൗരത്വം സ്വീകരിക്കാനും ഇഷ്ടപ്പെടുമ്പോൾ മുസ്ലിം വിഭാഗങ്ങൾ നേരെ തിരിച്ച് ഇവിടെ വന്ന് ഇവിടെ സെറ്റിൽ ആകുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഡെമോഗ്രാഫിയിൽ വരുന്ന അടുത്ത ഒരു വ്യത്യാസം മനസ്സിലായി വരട്ടെ സാറേ. അങ്ങനെ പറയുമ്പോൾ സുനിൽ പി ഇളയിടത്തിന്റെ സ്വപ്നം സാക്ഷാത്കരിക്കുമല്ലോ. മതനിരപേക്ഷ ഭാരതം എന്ന് പറയുന്നത് പോലെ ഹിന്ദുക്കളുടെ ജനസംഖ്യ അവർക്ക് കുറയ്ക്കാനും സാധിക്കും, ഗണ്യമായിട്ട് കുറച്ച് ഈ ഒരുപക്ഷെ 0-ലെത്തിക്കാനും അങ്ങനെ സുനിൽ പി ഇളയിടത്തിന്റെ സ്വപ്നം സാക്ഷാത്കരിക്കാനും സാധിക്കുമല്ലോ. പക്ഷെ ഒരു കുഴപ്പമുണ്ട്. ഇറാനില് ഭരണമുണ്ടാക്കാൻ പോയ കമ്മ്യൂണിസ്റ്റുകാരുടെ കഥ അറിയാവോ? ഇറാനിലെ വിപ്ലവത്തിന് ഇല്ല. അതായത് ഷായെ പുറത്താക്കിയിട്ട് ഇവര് വിപ്ലവത്തിന് പോയപ്പോൾ കമ്മ്യൂണിസ്റ്റുകാരും മതത്തിന്റെ ആൾക്കാരും കൂടിയാണ് പോയത്. പക്ഷെ അവസാനം അധികാരം കിട്ടിയ ആൾക്കാണ്, മതത്തിനാണ് അധികാരം കിട്ടിയത്. അവർ ആദ്യം കൊന്നത് കമ്മ്യൂണിസ്റ്റുകാരെയാണ്. ഇതേപോലെ തന്നെ കുറെ കമ്മ്യൂണിസ്റ്റുകാർ പാകിസ്ഥാനിലേക്ക് പോയാൽ അറിയാം, വിഭജനത്തിന്റെ കാലഘട്ടത്തിൽ അവിടെയും ഇപ്പൊ പേരിന് പോലും കമ്മ്യൂണിസം ഇല്ല. സുനിൽ പി ഇളയിടത്തിന്റെയൊക്കെ കുറ്റിയേറ്റ് പോകുന്ന രീതിയിലാണ് അദ്ദേഹത്തിന്റെ. പുള്ളി എന്തൊക്കെ എഴുതി വെച്ചു എന്നുള്ള അവർ പ്രശ്നമല്ല. അവർ നോക്കുന്ന വസ്ത്രം മാറ്റി നോക്കുമ്പോൾ അല്ല, പഹൽഗാമിലെ ഭീകരർ നോക്കി ഇവർ നോക്കും. അവിടെ ഉണ്ട്. പിന്നെ ഒരു കാളിമ അല്ലേ, കാളിമ അറിയാമോ എന്ന് ചോദിക്കും അല്ലേ? കാളിമയാണല്ലോ, കലിമയാണ് അല്ലേ? നമ്മളെ തൊട്ട് ശരിക്കും കാളിമയാണ്. കാളിമ അറിയത്തില്ലെങ്കിൽ പോയി തീർന്നു അവിടെ. അതോടുകൂടി ഇതാണ് നമ്മൾ പറഞ്ഞു വന്ന വിഷയം. മുസ്ലിം ലീഗ് കേരളത്തിലെ കറുത്ത കുതിരയായി മാറുകയാണ്. ചത്ത കുതിര എന്നാ നെഹ്റു പറഞ്ഞു, അതിപ്പോ കറുത്ത കുതിരയായി മാറുകയാണ്. ആ ഒരു അവസ്ഥയിൽ ഇപ്പോ നമ്മൾ നേരത്തെ പറഞ്ഞ NSS SNDP ഐക്യമൊക്കെ തട്ടിത്തെറിപ്പിക്കാനായിട്ട് ഇതിന്റെ എല്ലാം ചരട് വലിച്ചത് യഥാർത്ഥത്തിൽ ജമാഅത്തെ ഇസ്ലാമിയാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ നേതൃത്വം തീരുമാനിച്ച പോലെ മുസ്ലിം ലീഗ് പ്രവർത്തിച്ചു. കാര്യങ്ങളെല്ലാം ഭംഗിയായി വന്നിട്ടുണ്ട്. അടുത്ത ഇലക്ഷൻ ഇത് സുനിൽ പി ഇളയുടെ എഴുതുന്നതും അവർ പറയുന്നത് പോലെയാണ്. അവരുടെ സ്ക്രിപ്റ്റ് ആണെന്ന് തോന്നുന്നു. സാർ ഇതിന് നല്ല ഫണ്ടിങ് കിട്ടുന്നുണ്ട്. സുനിൽ പി ഇളയുടെ എന്ന് പറയാൻ ആ മനുഷ്യന് ജീവിക്കണ്ടേ?
ജീവിക്കാൻ പൈസ വേണ്ടേ? അതെ. പൈസ വേണമെങ്കിൽ കൂലി എടുത്തത് എന്ന് പറയുന്നത് ഇന്നത്തെ നാട്ടിലൊരു രീതിയാണ്. ഒരുപക്ഷെ ഇത് പറയുന്ന കേട്ട് കമന്റ് വരും, നിങ്ങളും കൂലിക്ക് സംസാരിക്കുകയല്ലേ. നമ്മൾ വസ്തുതകൾ വെച്ചാണ് സംസാരിക്കുന്നത്. സുനിൽ പി ഇളയിടം വസ്തുത വളച്ചൊടിച്ച് സംസാരിക്കുന്നു. രണ്ടും തമ്മിലുള്ള വ്യത്യാസം അങ്ങനെയാണ്. തീർച്ചയായിട്ടും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.